എൻസൈക്ലോവിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ലാഭകരമായിട്ടുള്ള എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു ബിസിനസ് മേഖലയാണ് കഴുത വളർത്തൽ. കേൾക്കുമ്പോൾ അല്പം കൗതുകം തോന്നാമെങ്കിലും 1 ലിറ്റർ പാലിന് 5000 മുതൽ 7000 രൂപ വരെ ലഭിക്കുന്ന ഈ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാരും വലിയൊരു സഹായമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി ഈ ഒരു ബിസിനസ് തുടങ്ങുവാൻ നിങ്ങൾക്ക് 50 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കുന്നതാണ്. അതേ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങളുടെ ആകെ ചെലവിന്റെ പകുതി തുക നിങ്ങൾക്ക് സർക്കാർ നൽകുന്നതാണ്. എന്തുകൊണ്ടാണ് കഴുത വളർത്തലിന് ഇത്രയും ഡിമാൻഡ് എന്ന് പരിശോധിക്കാം. ഈ ഒരു 50 ലക്ഷം രൂപ എങ്ങനെ സ്വന്തമാക്കാമെന്നും ആർക്കെല്ലാം അപേക്ഷിക്കുവാൻ സാധിക്കുമെന്നും നമുക്ക് പരിശോധിക്കാം. പ്രധാനമായിട്ടും രാജ്യത്ത് കുറഞ്ഞു വരുന്ന കഴുതകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുമായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് ഈ ഒരു പദ്ധതി. അതോടൊപ്പം തന്നെ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴിയാണ് ഈ ഒരു സാമ്പത്തിക സഹായം നൽകുന്നത്. കഴുതകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉണ്ടായ വൻ ഇടിവാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുവാനായിട്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സബ്സിഡി തുക നമുക്കിവിടെ 50%, 50 ലക്ഷം രൂപ വരെ നമുക്ക് മൂലധന തുകയായിട്ട് ഇവിടെ ലഭിക്കുന്നതാണ്. ആർക്കെല്ലാമാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതെന്ന് പരിശോധിക്കാം. വ്യക്തികൾ, കർഷക ഉൽപാദന സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ, സഹകരണ സംഘങ്ങൾ എന്നിവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിബന്ധനകൾ ഏതെല്ലാമെന്ന് പരിശോധിക്കാം. ഒരു യൂണിറ്റിൽ കുറഞ്ഞത് 50 പെൺകഴുതകളും 5 ആൺകഴുതകളും ഉണ്ടായിരിക്കേണ്ടതാണ്. തദ്ദേശ ഇനങ്ങളെ വളർത്തുന്നതിന് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. വരുമാന സാധ്യതകൾ ഏതെല്ലാം രീതിയിലെന്ന് പരിശോധിക്കാം. കഴുതപ്പാലിന് വിപണിയിൽ വൻ ഡിമാൻഡാണ് ഉള്ളത്. 1 ലിറ്റർ കഴുതപ്പാലിന് ഏകദേശം 5000 രൂപ മുതൽ 7000 രൂപ വരെ വില ലഭിക്കുന്നതാണ്. ഔഷധ നിർമ്മാണത്തിനും ആഡംബര സൗന്ദര്യവർദ്ധന വസ്തുക്കളുടെ ഉപയോഗത്തിനും നമുക്കിവിടെ കഴുതപ്പാല് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണ് അപേക്ഷിക്കുന്നതെന്ന് പരിശോധിക്കാം. അപേക്ഷകൾ പൂർണ്ണമായിട്ടും ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട പോർട്ടൽ പരിശോധിക്കുമ്പോൾ nlm.udayamitra.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. ആവശ്യമായിട്ടുള്ള രേഖകൾ ഏതെല്ലാമെന്ന് നോക്കാം. പ്രൊജക്ട് റിപ്പോർട്ട്, ബാങ്ക് ലോൺ അനുമതി പത്രം, ആധാർ കാർഡ്, പാൻ കാർഡ്, ഭൂമിയുടെ രേഖകൾ എന്നിവ ഹാജരാക്കേണ്ടി വരുന്നതാണ്. സബ്സിഡി ലഭിക്കുന്ന രീതി ഏതെല്ലാം രീതിയിലെന്ന് പരിശോധിക്കാം. ആദ്യഘട്ടം ബാങ്ക് ലോൺ അനുവദിച്ച ശേഷമാണ്. രണ്ടാം ഘട്ടം ഫാം നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം പരിശോധനകൾക്ക് ശേഷം നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.